ഹോസ്പിറ്റലിലെ ഡയറക്ടർ മൊയ്തീൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ മൊയ്തീൻ, കേൾക്കാമോ? ഹലോ ശ്രീ മൊയ്തീൻ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇങ്ങനെ ലോൺ ജീവനക്കാരെ കൊണ്ട് എടുപ്പിക്കുകയും അത് തിരിച്ചടയ്ക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്? അങ്ങനെ വലിയൊരു ആരോപണമാണല്ലോ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ജീവനക്കാരെ കൊണ്ട് ആരും ലോൺ എടുപ്പിച്ചതല്ല. ജീവനക്കാരും ഡയറക്ടർമാരും ലോൺ എടുക്കാനുണ്ടായ ഒരു സാഹചര്യം വന്നത് ഈ സ്ഥാപനം വട്ടാമ്പയിൽ സ്ഥാപനം ഒരു വാടക കെട്ടിടത്തിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് ആ വാടക കെട്ടിടത്തിന്റെ ഓണർ അയാൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തലെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അയാൾ കോടതിയെ സമീപിച്ച് അയാൾ കോടതി വിധി അയാൾക്ക് അനുകൂലമായിട്ട് എടുത്തു. ആ സന്ദർഭത്തിൽ ഞാൻ അതിൻ്റെ പ്രസിഡന്റ് അല്ല. അന്ന് പാലക്കണ്ടി മൊയ്തീൻ അഹമ്മദാണ് പ്രസിഡന്റ്. ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയി ഒരു മാസം ഞാൻ ഏറ്റെടുത്ത്, പിന്നീട് ഒരൊറ്റ മാസം കൊണ്ട് തന്നെ ഞാൻ ഏറ്റെടുത്ത് വന്നപ്പം ആ കേസൊക്കെ കഴിഞ്ഞെന്നായിരുന്നു ധരിച്ചിരുന്നത്. അപ്പം ഞാൻ ഏറ്റെടുത്ത ഒരു മാസം കഴിഞ്ഞപ്പം ആമീൻ വന്നു അവിടെ വട്ടാമ്പയിൽ. അപ്പോൾ ആമീൻ വന്നപ്പം ആളാണ് ഈ കേസിന്റെ സ്ഥിതിഗതികൾ മനസ്സിലാകുന്നത്. ആരും അതുവരെ അങ്ങനെ ഒരു കേസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഏറ്റെടുത്തില്ലേ. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ കെട്ടിടം, പുതിയ കെട്ടിടം കണ്ടെത്താൻ വേണ്ടിയിട്ടാണോ ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയത്? അതായത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ കെട്ടിടം, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ആ കെട്ടിടം ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കേണ്ട സ്ഥിതി വന്നപ്പം ആമീൻ അവിടെ നിന്ന് ഞങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെയൊക്കെ നോട്ടീസ് പതിച്ച് ഇതിന് വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയുടെ നോട്ടീസ് പതിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ പറഞ്ഞു ഈ സാധനങ്ങൾ ഒക്കെ റോഡിലേക്ക് എടുത്തിടുന്ന രൂപത്തിലേക്ക് ഉള്ള ഒരു സ്ഥിതി വന്നപ്പം നമ്മൾ പറഞ്ഞു അല്പം ഒരു സമയം നമുക്ക് കിട്ടണമല്ലോ ഇതിനെപ്പറ്റി ആലോചിക്കാൻ. അപ്പോൾ ഒരു 10 ദിവസം തന്നു. ഒരു ഫെബ്രുവരി ലാസ്റ്റിലാണ് വന്നത്, 20-ന്. 30-ാം തീയതി വരെ ഡേറ്റ് വന്നു. 28-ാം തീയതി വരെ, ഫെബ്രുവരി 28-ാം തീയതി വരെ ഡേറ്റ് വന്നു. ആ ഡേറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങളോടൊരു കെട്ടിടം കണ്ടെത്തി നിങ്ങൾ മാറണം എന്നാവശ്യപ്പെട്ടു. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ജെആർഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മാറാനുള്ള ഏർപ്പാട് ചെയ്യാൻ ആലോചിക്കുമ്പോൾ ഒന്ന് കൂടിയിരുന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തൊഴിലാളികളും അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളും മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർമാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് എന്ത് ചെയ്യണം, ഇത് ഒഴിവാക്കുക അതോടുകൂടി എന്നുള്ളത് തീരുമാനിച്ചിരുന്നു. അപ്പം ഡയറക്ടർമാർ ഇത് പറഞ്ഞപ്പം തൊഴിലാളികളാണ് പറഞ്ഞത് ഒരു കാരണവശാലും ഇത് ഒഴിവാക്കരുത്, എങ്ങനെയെങ്കിലും ഒരു വാടക കെട്ടിടത്തിലേക്ക് നമുക്ക് മാറണം. അതിന് ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതി എന്താണ് ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചാൽ പറഞ്ഞു ഓപ്പണിംഗ് ബാലൻസ് 299 രൂപയുള്ളൂ. ആ സാഹചര്യത്തിൽ അവിടെ സാമ്പത്തികമായിട്ടൊന്നുമില്ല. ഇത് അവിടുന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് പോകണമെങ്കിൽ ആ കെട്ടിടത്തിന് അഡ്വാൻസ് കൊടുക്കാനോ അതല്ലെങ്കിൽ അവിടേക്ക് സാധനങ്ങൾ മാറ്റാൻ ആവശ്യമുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൊടുക്കാൻ ഒന്നും ഇവിടെ ഇല്ല. അല്ല ശ്രീ മൊയ്തീൻ, ഇപ്പോൾ ജീവനക്കാർ ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവരെ ജോലി വേണമെങ്കിൽ ലോൺ എടുക്കണമെന്ന് ഭീഷണിപ്പെടുത്തി കുടുംബാംഗങ്ങൾ പോലും അറിയാതെയാണ് ലോൺ പറയുന്നതാണ്. അത് ഇപ്പോൾ അജിത വന്നതിന് ശേഷം ഉണ്ടായ പുതിയൊരു സംഭവമാണത്. അജിതയാണ് ഇതിന് പിന്നിൽ. അജിതനെ സംബന്ധിച്ചിടത്തോളം കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അവർ എല്ലാ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഇടപെട്ട് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള ഇത് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ മനുഷ്യന്മാരെ സ്വീപ്പാക്കുന്നതും അവരുടെ സഹകരണ സംഘമല്ലേ? ആ സഹകരണ സംഘം ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കാൻ പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറണമെങ്കിൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ലോൺ എടുത്തിട്ടാണോ പ്രവർത്തിക്കേണ്ടത്? അങ്ങനെയാണോ സഹകരണം മുന്നോട്ട് പോവുക? സഹകരണ സംഘം പ്രവർത്തിക്കേണ്ട എന്നായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. പിന്നെ തൊഴിലാളികളുടെ ആവശ്യാർത്ഥം അവർക്ക് തൊഴിൽ നൽകേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നതുകൊണ്ട് തൊഴിലാളികൾ അതുപോലെ ഡയറക്ടർമാരും അന്യോന്യം ജാമ്യത്തിൽ ലോൺ എടുത്ത് സഹകരണ സംഘത്തിന്റെ പേരിലല്ല, മറിച്ച് അന്യോന്യം വ്യക്തിപരമായിട്ട് ലോൺ എടുത്തിട്ട് സഹായിക്കുക, സംഭാവനയായിട്ട് നൽകുക എന്ന് പറഞ്ഞിട്ട് 50,000 ഉറുപ്പ്യ വീതം തൊഴിലാളികളും 1,00,000 വീതം ഡയറക്ടർമാരും ലോൺ എടുത്താണ്. അല്ലാതെ പോകാൻ കഴിയില്ലല്ലോ. ഈ ബാധ്യത ആരേറ്റെടുക്കും? ഈ ബാധ്യതയെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ റിസ്കിൽ നിന്ന് പ്രത്യേകം വന്ന് തീരുമാനം എടുത്താണ്.
അതായത് ഇത് ഏതെങ്കിലും കാരണവശാൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അവനാൻ്റെ റിസ്കിൽ അവനാൻ അടയ്ക്കണം. അല്ലെങ്കിൽ ഇത് ലാഭത്തികരായിട്ട് വരികയാണെങ്കിൽ അതിന്റെ ലാഭത്തിൽ നിന്ന് എടുക്കാനും പറ്റും എന്നുള്ള ഇതിനൊക്കെ രേഖകളുണ്ടോ? രൂപത്തിൽ. ഓ, രേഖകളുണ്ട്. ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇങ്ങനെയാണ് പണം സമാഹരിക്കേണ്ടതെന്നും അതിന്റെ ബാധ്യത ജീവനക്കാർ ഏറ്റെടുക്കണമെന്നും രേഖകളുണ്ടോ? ഓ, അതൊക്കെ ഉണ്ട്, എല്ലാ രേഖകളും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആരോപണം വരുന്നത്? ഈ ആരോപണം വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥയുള്ള ആളുകള് എന്ന രൂപത്തിൽ തൽക്കാലം ഞങ്ങളുടെ നേരെ വന്നു. ഇവര് ശരിക്കും വരേണ്ടത് ഇതിന്റെ കെട്ടിട ഉടമയുടെ പേരില്ല. കാരണം ഞാൻ പറയുന്നതെന്ന് കേൾക്കും നിങ്ങൾ മുഴുവനായിട്ട് സംഭവം. അതായത് ഈ കെട്ടിടം ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഇത്രയേ ഉള്ളൂ എന്ന്. എന്നിട്ട് അന്യനിൽ ജാമ്യം എടുത്ത ആളുകൾ ആ പൈസ കൊണ്ട് മാത്രമല്ല ഇത് പോയത്. ആ പൈസ കൊണ്ട് മാത്രം ഇത് മുന്നോട്ടുണ്ടാകാൻ കഴിയില്ല. എങ്കിലും ആ പൈസ ഇനീഷ്യൽ പ്രവർത്തനത്തിനെടുത്തിട്ട് വാടക കെട്ടിടം കണ്ടെത്തി വേറൊരു വാടക കെട്ടിടത്തിലേക്ക് മാറി. അതിൻ്റെ ഓഫീസ് പ്രവർത്തനം മാറിയിട്ടുള്ളൂ. മറ്റുള്ളത് ആ കെട്ടിടത്തിന് ലൈസൻസ് വേണം. ആ കെട്ടിടത്തിന് വേണ്ട ലൈസൻസ് അതിന്റെ കെട്ടിട ഉടമ നൽകാമെന്നാണ് കരാർ. ശരി, ഡയറക്ടർമാർ 1 ലക്ഷം രൂപ വീതം ലോൺ എടുത്തിരുന്നല്ലോ, ആ ലോൺ എന്ത് ചെയ്തു? ഡയറക്ടർമാര് എടുത്തതില് 3 ഡയറക്ടർമാരല്ലാത്ത ആളുകളൊക്കെ സ്വന്തം റിസ്കില് അവരെ കയ്യിൽ നിന്ന് കാശെടുത്ത് കഴിഞ്ഞാൽ അവരടച്ചു. ശരി, ഈ ഹോസ്പിറ്റലിൽ എന്താണ് ഇപ്പോഴത്തെ ഈ ആശുപത്രിയുടെ നില എന്താണ്? ഇപ്പോഴത്തെ ഈ ആശുപത്രിയുടെ നില എന്താണ് ഇപ്പോൾ? ആശുപത്രിയുടെ നിലയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ തീരെ പറയണ്ടെന്ന് വെച്ചാൽ. അല്ല, നിങ്ങൾ ഈ ഇതിന്റെ മുഴുവൻ ചരിത്രം വാർത്തയിൽ വെക്കാൻ പറ്റില്ലല്ലോ. ആളുകൾ പറ്റിക്കപ്പെട്ടു എന്നൊരു പരാതി പറയുന്നു. അങ്ങനെയല്ല, നിങ്ങൾ പറയുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതായത് ഇത് വേറെ കെട്ടിടത്തിലേക്ക് അതിന്റെ ഓഫീസ് പ്രവർത്തനം മാറ്റി, പക്ഷെ ആശുപത്രി തുടങ്ങിയിട്ടില്ല. ആശുപത്രി തുടങ്ങണമെങ്കിൽ ആ ആശുപത്രിക്ക് ആ എടുത്ത പുതിയ കെട്ടിടത്തിന് ഓക്യുപ്പേഷൻ ചേഞ്ച് വേണം. അതൊരു ഹോസ്റ്റലായിരുന്നു എടുത്തിരുന്നത്. അതിന് ഓക്യുപ്പേഷൻ ചേഞ്ച് വേണം. ആ ഓക്യുപ്പേഷൻ ചേഞ്ച് മാനേജർ നൽകാമെന്നാണ് പറഞ്ഞിരുന്നത്. മാനേജർ എപ്പോഴാണോ അത് നൽകി നമുക്ക് ഏൽപ്പിക്കുന്നു, ആ സമയത്തെ ആശുപത്രിയിൽ തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത കെട്ടിടത്തിൽ തുടങ്ങി എന്നുള്ള രൂപത്തിൽ പ്രശ്നം വരൂലേ? അല്ല, ഈ 5-6 വർഷം താമസിച്ചല്ലോ. 5-6 വർഷം 6 വർഷക്കാലം അയാൾ നടന്നു കോർപ്പറേഷനിലേക്ക്. അയാൾ ഈ ഓക്യുപ്പേഷൻ ചേഞ്ചിന് അയാൾക്കത് സാധിച്ചില്ല, കിട്ടില്ല. ഒരു നിമിഷം അങ്ങൊന്ന് തുടരണം. ഇപ്പോൾ ആ ഹോസ്പിറ്റലിലെ ജീവനക്കാരി ഷീന സുരേഷ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഷീന, ഈ ലോൺ എടുക്കുന്ന സമയത്ത് തന്നെ ജീവനക്കാരെ ബോധ്യപ്പെടുത്തിയിരുന്നു ഇത് സ്വന്തം റിസ്കിലാണ്, ഇത് നഷ്ടത്തിൽ കലാശിക്കുകയാണ് എങ്കിൽ അവനവൻ അടച്ചു തീർക്കണം എന്ന് ബോധ്യപ്പെടുത്തിയിരുന്നു എന്നാണ് ശ്രീ മൊയ്തീൻ പറയുന്നത്. ശരിയാണോ? ഒരിക്കലും അങ്ങനെയല്ല. വട്ടാമൈ ഹോസ്പിറ്റലിൽ ഒഴിയുന്നതിന്റെ കുറച്ച് മുമ്പേ ഒരു സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചിട്ട് സ്റ്റാഫുകളോട് ഈ ഹോസ്പിറ്റൽ തുടങ്ങാൻ 10 ലക്ഷം രൂപ ആവശ്യമുണ്ട്, അവിടെ പുതിയ സ്ഥാപനത്തിൽ ഫയറും കാര്യങ്ങളും ചെയ്യാനാണ്. അപ്പൊ ഇതിന്റെ അടച്ചു തീർക്കാനുള്ള ഫുൾ ഉത്തരവാദിത്വം മാനേജ്മെന്റ് വഹിക്കും എന്ന് ഉറപ്പു നൽകിയതിന് ശേഷമാണ് ഞങ്ങൾ ബാങ്കിന്റെ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്നത്. അത് ഞങ്ങൾ ആദ്യം വിസമ്മതിച്ചതാണ്. സ്ഥാപനം തുടങ്ങിയിട്ട് പോരെ ഞങ്ങൾ ലോൺ എടുത്ത് തരുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ബേജാറാവണ്ട, ഇത് അടയ്ക്കാനുള്ള ഫുള്ള് ചുമതലയും മാനേജ്മെന്റ് ഡയറക്ടർ ബോർഡ് ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊരു ജോലിയല്ലേ എന്ന്. ഞാനിപ്പോൾ ശ്രീ മൊയ്തീനോട് ചോദിച്ചു ഇതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടോ എന്ന്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ രേഖകളുണ്ട്. നിങ്ങളോട് കൃത്യമായ ഉത്തരവാദിത്വം സ്വന്തമായി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞതിന് രേഖകളുണ്ടെന്നാണ് മൊയ്തീൻ അവകാശപ്പെടുന്നത്. ഇല്ല, ഒരിക്കലും ഇല്ല, രേഖകളില്ല. ഞങ്ങൾ ഏറ്റെടുക്കും, ഞങ്ങൾ അടച്ചു തീർക്കുന്നു ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അടച്ചു തീർക്കുന്ന ഉറപ്പ് നൽകിയിട്ടാണ് ഞങ്ങൾ ആ ലോണിന്റെ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്നത്. ഷീന, ഒന്ന് തുടരണേ. ശ്രീ മൊയ്തീൻ, എന്തു രേഖയാണ് ഈ ബാധ്യത ഇവരെ ഏറ്റെടുക്കുന്നതായി ഉള്ളത്? അങ്ങയുടെ കയ്യിൽ എന്തു രേഖയാണുള്ളത്? അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ നിങ്ങൾ കേട്ടില്ലേ? അതായത് മാനേജ്മെന്റ് ഇത് ചെയ്തതിന് ശേഷം ആണ് ഇത് പിന്നെ ആശുപത്രി തുടങ്ങാന്ന് പറഞ്ഞ് കേട്ടില്ലേ? ആശുപത്രി തുടങ്ങാൻ നമുക്ക് സാധിക്കാതെ പോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ മാനേജർ ആ കാര്യം പൂർത്തിയാക്കുന്നതിന് പകരം അതിന്റെ കെട്ടിട ഉടമ ചെയ്തത് ഇത് സ്വയം കയ്യേറി. അതിന് ഞാൻ അങ്ങയോട് അതല്ല ചോദിക്കുന്നത്. പശ്ചാത്തലം എനിക്ക് മനസ്സിലായി ശ്രീ മൊയ്തീൻ, എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങ് പറഞ്ഞൊരു കാര്യമാണ് വീണ്ടും വിവരിക്കല്ലേ. ഒരു മിനിറ്റ് കേൾക്കൂ.
ശ്രീ മൊയ്തീൻ ഒരു മിനിറ്റ്. ഞാൻ അങ്ങ് പറയുന്നത് പറഞ്ഞത് കേൾക്കൂ, അതിനുശേഷം നിങ്ങൾ പറഞ്ഞോളൂ. ഈ വായ്പ എടുത്തതിന്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് എന്നതിന് രേഖകളുണ്ട് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു രേഖയുമില്ല, മാനേജ്മെന്റ് അടച്ചു തീർക്കുമെന്നാണ് പറഞ്ഞത്. എന്തു രേഖയാണ് അങ്ങയുടെ കയ്യിലുള്ളത്? അത് മിനിറ്റ്സ് തന്നെ അതിന്റെ രേഖയാണല്ലോ. അത് അങ്ങയുടെ കൈവശമുണ്ടോ? യോഗം പറഞ്ഞില്ലേ, യോഗത്തിന്റെ മിനിറ്റ്സ് തന്നെ അതിന്റെ രേഖയാണ്. അല്ല, ആ മിനിറ്റ്സിൽ ഇവർ സ്വന്തമായി അടച്ചു തീർക്കാമെന്ന് എഴുതി ഒപ്പുവെച്ചിട്ടുണ്ടോ? ആ മിനിറ്റ്സിൽ ഓരോരോ ആളുകളും അവനാന്റെ റിസ്കിൽ അവസാനം അടയ്ക്കേണ്ടി വരും, ഇതിന് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എടുക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇവരാരെങ്കിലും നിർബന്ധിച്ചാൽ ഒരാൾ ഒപ്പിട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. ഇതാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ പറയുന്നത്. ഞാൻ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ സാഹചര്യം വരാനുണ്ടായ കാരണവും അതിന്റെ ഒരു ജീവനക്കാരിയായിട്ടുള്ള സെക്രട്ടറി ഈ ഞങ്ങളുടെ അഗ്രിമെന്റ് കൈക്കൂലി വാങ്ങിയിട്ട്, അതായത് അവരുടെ വീടിൽ നടന്ന ഏതോ ഒരു കല്യാണത്തിന് പണം കെട്ടിട ഉടമയിൽ നിന്ന്, പുതിയ കെട്ടിട ഉടമയിൽ നിന്ന് വാങ്ങി അവര് അത് ആയിട്ടുള്ള സാമ്പത്തിക ഇതൊക്കെ പിന്നെ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ അഗ്രിമെന്റ് തന്നെ മാനേജർക്ക് കൈമാറ്റം ചെയ്തു. അതുകൊണ്ട് എന്തുണ്ടായിച്ചാൽ ഞങ്ങൾക്ക് കോടതിയെ സമീപിച്ചിട്ട് പോലും രക്ഷയില്ലാതെ വന്നിട്ട് ഞങ്ങൾ കോടതിയിൽ ഇതിൽ ഹൈക്കോടതി വരെ പോയതാണ്. എന്നിട്ട് പല രൂപത്തിലുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുക. എപ്പോഴും ഒരു കേസ് നടക്കുന്നുണ്ട്. ഇനി സുപ്രീം കോടതി വരെ എത്തേണ്ട സ്ഥിതിയിലേക്ക് നിൽക്കുന്ന സംഭവമാണ്. നിങ്ങൾ എഴുതി ഒപ്പുവെച്ച് കൊടുത്തതാണ് എന്നാണ് ഹോസ്പിറ്റൽ ഡയറക്ടർ പറയുന്നത്. ഒരിക്കലുമില്ല, ഞങ്ങൾ എഴുതി ഒപ്പിട്ടത് അങ്ങനെയല്ല. ഞങ്ങൾ ബാങ്കിന്റെ പേപ്പറിലാണ് ഒപ്പിട്ടത്, ലോണിനുള്ള അപേക്ഷയുടെ ഫോമിൽ, അല്ലാതെ ഞങ്ങൾ ഒന്നിലും ഒപ്പിട്ടില്ല. ആ സ്റ്റാഫ് മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിംഗിൽ പങ്കെടുത്തവരെ സൈൻ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അത് മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഒരു സൈന് വാങ്ങിക്കല്ലോ സാധാരണ എല്ലാ ജീവനക്കാരും, അങ്ങനെയുള്ള സൈന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ അടച്ചു തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരിക്കലും ഒപ്പിട്ട് കൊടുത്തില്ല. ഞങ്ങൾ അറിവില്ലാതെ അവർ സ്വയം ഉണ്ടാക്കിയ എന്തെങ്കിലും രേഖകളായിരിക്കാം അത്. ഈ ബ്ലാങ്ക് പേപ്പറിലോ മറ്റോ ഒപ്പുവെച്ചു കൊടുത്തുവോ? ബ്ലാങ്ക് പേപ്പറിലോ മറ്റോ ഒപ്പുവെച്ചു കൊടുത്തോ? ലോണിന് വേണ്ടിയിട്ടുള്ള പേപ്പറിൽ, ലോൺ പേപ്പറിൽ മാത്രമേ ഒപ്പുവെച്ചു കൊടുത്തിട്ടുള്ളൂ. അതിൽ മാത്രമേ ഒപ്പുവെച്ചിട്ടുള്ളൂ. ശരി, ശ്രീ മൊയ്തീൻ, അങ്ങ് ഈ പറയുന്ന സ്വന്തമായി ബാധ്യത ഏറ്റെടുക്കാമെന്ന് ജീവനക്കാർ ഒപ്പുവെച്ചു കൊടുത്ത രേഖയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ റിപ്പോർട്ടർ AK അഭിലാഷ് ഇത് പങ്കുവെച്ചു കൊടുക്കണം. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ, അപ്പൊ പിന്നെ ഞാൻ എന്തിനാ നിങ്ങൾക്ക് മറുപടി ഇരുന്ന്? അല്ല ശ്രീ മൊയ്തീൻ, ഒരു കാര്യം ആലോചിക്കണം. അങ്ങ് പറയുന്നത് എവിടെ തൊട്ടാണ്? അവിടെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഇത് കൊടുത്തു, ഞങ്ങൾക്ക് അവിടെ എന്നത് കെട്ടിടം മാറേണ്ടതുണ്ടായിരുന്നു, കെട്ടിടം മാറേണ്ടി വന്ന സമയത്ത് അവിടുത്തെ കെട്ടിട ഉടമ ഇതാണ് പറഞ്ഞത്. അങ്ങ് ആ നിലയ്ക്കാണല്ലോ പറയുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. ജീവനക്കാരുടെ കയ്യിൽ നിന്ന് ജീവനക്കാരെ കൊണ്ട് ലോൺ എടുപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ലോൺ എടുപ്പിച്ചോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറയുന്നതിന് പകരം മുഴുവൻ ജീവചരിത്രവും നമുക്ക് പറഞ്ഞു കേട്ടു പോകാൻ കഴിയുമോ? കാര്യങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ ആദ്യം നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി കാര്യം മനസ്സിലാക്കൂ. അതായത് ഇതൊരു കേസിൽ നിൽക്കുന്നതാണ്. ആ തൊഴിലാളികൾ തന്നെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. തൊഴിലാളികൾ കേസ് കൊടുത്തിട്ട് നമ്മൾ ഇത് വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് കേസിലുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് കേസ് കൊടുത്ത നിൽക്കുക, അവർക്ക് കോടതി പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യും. ഇത് രണ്ടും രണ്ട് വിഷയമാണ്. ഒന്ന് ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടതും നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തേത് ജീവനക്കാരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ലോൺ എടുപ്പിച്ചു, അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാനേജ്മെന്റ് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ സഹകരണ സംഘത്തിന് പണമുണ്ടെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയോ നടത്തിക്കോളൂ. അല്ലാതെ അതിനുവേണ്ടി ജീവനക്കാരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ലോൺ എടുപ്പിച്ചു എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അങ്ങ് അതിലേക്ക് വരാതെ ഈ സ്ഥല കൈമാറ്റവുമായി ബന്ധപ്പെട്ട, കെട്ടിട കൈമാറ്റവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നൂലാമാലകളെ കുറിച്ച് പറഞ്ഞാൽ അതിന് പരിഹാരമാകില്ല. ഭീഷണിപ്പെടുത്തിയെന്ന ചോദ്യത്തിന് ചരിത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, അത് രണ്ട് വിഷയമാണ്. അങ്ങേക്ക് താല്പര്യമുള്ള വിഷയം ആദ്യത്തേതായിരിക്കാം. ഇതുണ്ടാവാനുള്ള കാരണം എത്രയോ പൈസ ഞങ്ങളെ കൊണ്ട് ആ കെട്ടിടത്തിൽ മേൽ ചെലവാക്കിച്ചിട്ട് അവസാനം ഞങ്ങൾക്ക് ആ കെട്ടിടം പിന്നെ നൽകാതെ വീണ്ടും രണ്ടാമതൊരു കോടതി വിധി കൊണ്ട് പുതിയ കെട്ടിടവും പിന്നെ ഒഴിപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിക്കുകയാണ്. അതാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. അല്ല, അതൊന്നും ജീവനക്കാരുടെ ഭാഗത്തുനിന്നല്ല ഉണ്ടായത്. ജീവനക്കാരുടെ യോഗം വിളിച്ചത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ്, ഹോസ്പിറ്റൽ ഡയറക്ടർ ബോർഡാണ്. ആ യോഗം വിളിച്ചതിലാണ് അവരെ കൊണ്ട് ലോൺ എടുപ്പിക്കാനുള്ള തീരുമാനമടക്കം ഉണ്ടാകുന്നത്. അവരാരും സ്വന്തമായി അങ്ങോട്ട് വന്ന് ഞങ്ങൾ ലോൺ എടുത്ത് പോറ്റിക്കോളാം എന്ന് പറഞ്ഞതല്ല. സ്വാഭാവികമായും 5-6 വർഷം കഴിഞ്ഞിട്ടും ജപ്തി നോട്ടീസ് വരുമ്പോഴെങ്കിലും അത് സ്വന്തമായി എന്നുള്ള നിലപാട് സ്വീകരിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ജനാധിപത്യമാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് രേഖയുണ്ട് എങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ പൊതുസമൂഹം വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ AK അഭിലാഷ് രേഖ അയച്ചു കൊടുത്താൽ മാത്രം മതി.
ശരി, നമുക്ക് ഈ വിഷയം വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതൊരു സഹകരണ സംഘം നടത്തുന്ന ആശുപത്രിയാണ്. വട്ടാമ്പൊയിൽ സിറ്റി കോർപ്പറേറ്റീവ് ഹോസ്പിറ്റലിനായി വനിതാ ജീവനക്കാരെ കൊണ്ടടക്കം ലോൺ എടുപ്പിച്ച 5-6 വർഷത്തിന് ശേഷം അവർ ജപ്തി ഭീഷണിയിലാണ് എന്നുള്ളതാണ് ആരോപണം. പക്ഷേ ആ ജീവനക്കാരുടെ അടക്കം ഉത്തരവാദിത്തമായിരുന്നു, സ്വന്തമായ സാമ്പത്തിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നവർ പറഞ്ഞു, ഒപ്പിട്ട് നൽകി എന്നുള്ളതാണ് ഇപ്പോൾ മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം. നമുക്ക് ഈ വാർത്തയുടെ ഫോളോ അപ്പ് സ്വാഭാവികമായും ഉണ്ടാകും. അങ്ങനെ രേഖകളുണ്ടെങ്കിൽ അതും പരിശോധിക്കുകയും ചെയ്യാം.